ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ പാക്കാണ്, പക്ഷേ റിസൾട്ട് എന്ന് വെച്ചാൽ കിട്ടു റിസൾട്ടാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ഇതല്ലാത്ത വേറെ പാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന ഐറ്റംസിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ ഓയിൽ സ്കിന്നുകാർക്ക് അതിനൊരു മാറ്റം കിട്ടും. പക്ഷേ ഡ്രൈ സ്കിന്നിനെ നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു നേച്ചുറൽ പാക്കാണ്, സിമ്പിൾ പാക്കാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് ഉള്ള ഐറ്റം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് മാക്സിമം അത്ര ഇടേണ്ട കാര്യമുള്ളൂ. അതിൽ നമുക്ക് ആദ്യം വേണ്ടത്, ഞാൻ വേറെ പാത്രത്തിലേക്ക് നിറക്കില്ല, നമ്മുടെ കൈ വൃത്തിയിൽ കഴുകി വന്നിട്ടുണ്ട്. നമ്മളെ കയ്യിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്തേക്ക് ഇടുന്നത് കേട്ടോ. നമ്മൾ നൈറ്റ് ക്രീമുകളൊക്കെ നമ്മൾ തേച്ചിട്ടുണ്ട്, അതിനൊക്കെ നല്ല മാറ്റം. നമ്മൾ ഇപ്പോൾ മുഖത്തേക്ക് നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നല്ല ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറിലേക്കൊക്കെ മുഖം എത്തി എന്നുള്ളത് എനിക്ക് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഒരു പെട്ടെന്നൊരു ചേഞ്ചൊക്കെ നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ട് അല്ലേ? അത് നമ്മുടെ നൈറ്റ് ക്രീമിൻ്റെ ഒക്കെയാണ് കേട്ടോ. നൈറ്റ് നമ്മൾ ആ ക്രീം ഇടുന്നത് മുടക്കാതെ ഇരിക്കണം. പിന്നെ വെയിലത്ത് നമ്മൾ ഇറങ്ങണില്ലെങ്കിലും സൺസ്ക്രീൻ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തൈര് അല്ലെങ്കിൽ നമ്മുടെ യോഗട്ട് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇച്ചിരികോളം ഒരു 1/4 ടീസ്പൂൺ കണ്ടോ, ഇത്രയ്ക്കേ വേണ്ടു. ഇപ്പം ഞാൻ മുഖത്തേക്ക് മാത്രമേ നിങ്ങൾ ഇടുമ്പോൾ കഴുത്തിലേക്കും കൂടി ഇട്ടോളൂ കേട്ടോ. ഇത്രയ്ക്കേ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് നമ്മൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ഒരു പിഞ്ച് അത്രേ വേണ്ടൂ. നമ്മളിവിടെ പാത്രത്തിലേക്ക് ആക്കുമ്പോൾ കാണുന്നില്ല എന്നൊക്കെയാണല്ലോ പരാതി. അപ്പോൾ അതും ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ നല്ല വെളിച്ചെണ്ണ ഒരു 2 ഒറ്റ്, അധികം ഒന്നും വേണ്ട കേട്ടോ, 2 ഒറ്റ് നല്ല വെളിച്ചെണ്ണ എടുക്കുക, മിക്സ് ചെയ്യുക, നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നോക്കിയെടുത്തോളൂ. നമുക്കിവിടെ ഇതിൻ്റെ കണക്കുകൾ അറിയണതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. 2 തുള്ളി മാത്രം വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുള്ളൂ. കയ്യിൽ എണ്ണിട്ട് മിക്സ് ചെയ്യുക. മുഖം നല്ല രീതിക്ക് വാഷ് ചെയ്ത് വന്നതിന് ശേഷമാണ്, മുഖം നല്ല രീതിക്ക് വാഷ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കേട്ടോ. കിഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡെയിലി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല ചേഞ്ച് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ക്രീമുകൾ തേക്കില്ലേ, ആ രീതിക്ക് നമ്മുടെ മുഖത്ത് നമുക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്താൽ മതി കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിൽ നമുക്കൊന്ന് ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ കയ്യിൽ കൂട്ടി തരുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മുഖമൊക്കെ നല്ലൊരു ഗ്ലാസ് സ്കിന്ന് പോലെ ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രം നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ റൗണ്ടിൽ മസാജ് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓരോ പാക്കുകൾ ഇട്ടിട്ട് നമുക്ക് ഇപ്പൊക്കെ നമ്മുടെ മുഖം കാണുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി കാണുമ്പോൾ നമുക്ക് എനിക്ക് നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ട്, നമ്മുടെ മുഖത്തിന് വന്ന ഒരു ചേഞ്ചൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതെല്ലാവർക്കും കിട്ടും. ആ ഒരു ചേഞ്ചൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു കാര്യമുള്ളൂ. നല്ലൊരു പാക്ക് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. വേറൊരു പാക്കുകൾ നമുക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെയാണ് നമ്മളൊരു ക്രീമുകളൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി പറ്റുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൈരായാലും വെളിച്ചെണ്ണ ആയാലും മഞ്ഞപ്പൊടി ആയാലും നമുക്കുണ്ട്. ഇത് റോസ്റ്റഡ് നമ്മളങ്ങനെ ആക്കി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട്, മറ്റേ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പോരാ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്, പക്ഷെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു 15 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് വെച്ചാൽ മതി. ഇതങ്ങനെ വലിഞ്ഞ് മുറുകൊന്നുമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് കഴുകി കളയുക. ഇനിയിപ്പം വെളിച്ചെണ്ണ ആയതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ ഇങ്ങനെ ഇറിറ്റേഷൻ പോലെ തോന്നുക, ആകെ നമ്മൾ 2 തുള്ളി വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ളൂ.
പക്ഷെ നമ്മൾ കഴുകി കളയുമ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ തേക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓയിൽ സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.